എല്ലാവർക്കും ഒരിക്കൽ കൂടി എക്സ്ക്ലൂസീവ് ഫോർ എക്സാംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് LP അസിസ്റ്റൻ്റ് എക്സാം ഓറിയൻറ്റേഷനാണ്. ഇതുവരെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി കാണേണ്ടതാണ്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് സർക്കിളിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ നമ്മുടെ വീഡിയോയിലേക്ക് കടന്നാലോ? യെസ്, ഇന്നത്തെ ചേരുവകൾ, ടുഡേയ്സ് ഇൻഗ്രീഡിയൻസ്. രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹിസ്റ്ററി ആൻഡ് ജനറൽ സയൻസ്, ചരിത്രവും സയൻസും. ആദ്യം നോക്കുന്നത് ഹിസ്റ്ററി അഥവാ ചരിത്രം. കൊച്ചിയിൽ ദിവാനായിരുന്ന RK ഷൺമുഖൻ ചെട്ടിക്കെതിരെ വൈദ്യുത സമരം നടന്ന വർഷം 1936. കൊച്ചിയെ അറബിക്കടലിൻ്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഷൺമുഖൻ ചെട്ടിയാണ്. അപ്പോൾ ചോദ്യത്തിന് ഉത്തരം 1936. ചോദ്യം എങ്ങനെയൊക്കെ ആവാം? കൊച്ചിയിൽ ദിവാനായിരുന്ന RK ഷൺമുഖൻ ചെട്ടിക്കെതിരെ വൈദ്യുത സമരം നടന്നത് വർഷം 1936. ഇങ്ങനെ പേര് വിളിച്ചത്, അതായത് അറബിക്കടലിൻ്റെ റാണി എന്ന പേര് വിളിച്ചത് ആരാണ്? ഷൺമുഖൻ ചെട്ടിയാണ്. രണ്ടാമത്തേത് കൊല്ലം. നവീന ശിലായുഗത്തിലെ മഴു കണ്ടെടുത്ത മൺട്രോ തുരുത്ത് ഏത് ജില്ലയിലാണ്? കൊല്ലം. കയ്യൂർ സമരം നടന്ന വർഷം 1941. കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ കയ്യൂര്. ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ്? ബോംബെ സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത്. 1942 ഓഗസ്റ്റ് 8 കോൺഗ്രസ് സമ്മേളന വേദിയിലാണ് പ്രഖ്യാപനം ഉണ്ടായത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന പ്രഖ്യാപനം ഗാന്ധിജി നടത്തിയത് ഈ വേദിയിലാണ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്ന ആരാണെന്നറിയോ? അരുണ ആസിഫ് അലി. ഓക്കെ. ലെന്തക്കാർ എന്നറിയപ്പെട്ടിരുന്നത് ഡച്ചുകാർ. ഇപ്പോൾ ഡച്ചുകാരുടെ ചോദ്യം എന്താണ്? ലെന്തക്കാർ എന്നറിയപ്പെട്ടിരുന്നത് ഡച്ചുകാർ. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് എപ്പോഴാണ്? 1602. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ കുളച്ചൽ യുദ്ധം നടന്ന് 1741. പോർച്ചുഗീസിൻ്റെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? യെസ്, ചവിട്ട് നാടകം ആരുടെ സംഭാവനയാണ്? പോർച്ചുഗീസുകാരുടെ. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1628. പോർച്ചുഗീസ് ഇന്ത്യയിൽ നിന്ന് പിൻവാങ്ങിയ വർഷം 1961. ഇനി കുശാനന്മാരുടെ. ഗാന്ധാര ശില്പകല രീതി വികസിപ്പിച്ചത് കുശാനന്മാരാണ്. ഇന്ത്യയിൽ സ്വർണ്ണ നാണയം പുറത്തിറക്കിയത് കുശാന്മാരാണ്. കുശാന രാജവംശത്തിലെ രാജാവായ കനിഷ്കനാണ് ശകവർഷം AD 78 ആരംഭിച്ചത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, എയൽ ഭാഷം. ഇന്ത്യ എന്ന വിസ്മയം എഴുതിയത് ആരാണ്? എയൽ ഭാഷമാണ്. ഇന്ത്യ എന്ന വിസ്മയം ആരുടെ പുസ്തകമാണ്? എയൽ ഭാഷം. ഇന്ത്യ കണ്ടെത്തൽ, ഡിസ്കവറി ഓഫ് ഇന്ത്യ ആരുടെ ബുക്കാണ്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു എഴുതിയ ബുക്കാണ് ഇന്ത്യ കണ്ടെത്തൽ അഥവാ ഡിസ്കവറി ഓഫ് ഇന്ത്യ. 1930 ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹം നടത്തിയ വർഷമാണ് 1930. ഗാന്ധി ഇർവിൻ സന്ധിയെ തുടർന്നാണ് ഉപ്പു സത്യാഗ്രഹം പിൻവലിച്ചത്. ആഡം സ്മിത്ത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവാണ് ആഡം സ്മിത്ത്. സാമ്പത്തിക പ്രവർത്തനത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുള്ള ലേസെ ഫെയർ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആഡം സ്മിത്താണ്. നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻ ആഡം സ്മിത്തിൻ്റെ പുസ്തകമാണ്. ഓക്കെ. ഇനി ചൈനീസിൻ്റെ എന്തായിരിക്കും? അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിച്ച സംസ്കാരമാണ് ചൈനീസിൻ്റെ. സർ ജോൺ മാർഷൽ. സിന്ധു നദീതട സംസ്കാരം കണ്ടെത്തിയത് സർ ജോൺ മാർഷൽ. ആരാണ്? സർ ജോൺ മാർഷലാണ് സിന്ധു നദീതട സംസ്കാരം കണ്ടെത്തിയത്. ഈജിപ്ഷ്യൻ എഴുത്തുവിദ്യയാണ് ഹൈറോഗ്ലിഫിക്സ്. ഈ ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്തെന്നറിയോ? വിശുദ്ധമായ എഴുത്ത്. ഹൈറോഗ്ലിഫിക്സ് ലിപികൾ ആദ്യമായി വായിച്ചെടുത്തത് ഫ്രഞ്ച് പണ്ഡിതനായ ഷാംപോലിയ ആയിരുന്നു. ആരാണ്? ഷാംപോലിയ ആയിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് അടുത്ത സെഗ്മെൻ്റ് ആയിട്ടുള്ള ജനറൽ സയൻസ് ആണ്. സയൻസ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഓക്കെ. കുരുമുളകിൽ ദ്രുതവാട്ടം എന്ന രോഗം ഉണ്ടാക്കുന്ന രോഗാണു ആരാണ്? ഫംഗസ് ആണ് കേട്ടോ. കാറ്റ് വഴിയാണ് ഈ രോഗം പകരുന്നത്. തെങ്ങിൽ കൂമ്പ് ചീയൽ, കവുങ്ങിൽ മഹാളി എന്നീ രോഗങ്ങൾ ഉണ്ടാക്കുന്നത് ഫംഗസാണ്. സസ്യവളർച്ച അളക്കുന്ന ഉപകരണമായ ക്രിസ്കോഗ്രാഫ് കണ്ടെത്തിയത് ആരാണ്? JC ബോസ്. JC ബോസ് ആണ് സസ്യവളർച്ച അളക്കുന്ന ഉപകരണമായ ക്രിസ്കോഗ്രാഫ് കണ്ടെത്തിയത്. ഏറ്റവും ഭാരം കൂടിയ തലച്ചോറുള്ള ജീവിയാണ് നീലത്തിമിംഗലം അഥവാ ബ്ലൂ വെയിൽ. 7500 ഗ്രാമാണ് നീലത്തിമിംഗലത്തിൻ്റെ തലച്ചോറിൻ്റെ ഭാരം. മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഭാരം എത്രയാണ്? 1400 ഗ്രാമാണ്. തലച്ചോറിനെ കുറിച്ചുള്ള പഠനമാണ് ഫ്രിനോളജി. ഓക്കെ. ഇനി അടുത്ത TB, ട്യൂബർക്കുലോസിസ് അല്ലെങ്കിൽ കൺസെപ്ഷൻ
ക്ഷയരോഗം എന്നൊക്കെ പറയില്ലേ. മാൻഡോ ടെസ്റ്റ് ഏത് രോഗം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്? ക്ഷയരോഗം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് കോക്കാണ്. ഇത് കോക്ക് ഡിസീസ് എന്നും അറിയപ്പെടുന്നു. മൂത്രത്തിലെ കല്ലിൻ്റെ സാന്നിധ്യം മൂലം മുതുകിൽ നിന്ന് ആരംഭിച്ച് നാഭിയിലേക്ക് ബാധിക്കുന്ന വേദന അറിയപ്പെടുന്നത് എങ്ങനെയാണ്? റീനൽ കോളിക്കാണ്. മൂത്രത്തിലെ കല്ലിൻ്റെ രാസനാമം കാൽസ്യം ഓക്സലേറ്റ് ആണ്. ഇനി കസിമർ ഫംഗ്. വിറ്റാമിൻ കണ്ടെത്തിയത് കസിമർ ഫംഗാണ്. ജലത്തിൽ ലയിക്കുന്നവയുണ്ട്, കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളൊക്കെ ഉണ്ട്. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് A, D, E and K. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് B and C. പഞ്ചസാരയെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്ന എൻസൈമാണ് ഇൻവെർട്ടേസ്. ഓക്കെ, ഇതാണ് ഇൻവെർട്ടേസ്. ഗ്ലൂക്കോസിൻ്റെയും ഫ്രക്ടോസിൻ്റെയും എത്തനോളും കാർബൺ ഡയോക്സൈഡും ആക്കി മാറ്റുന്ന എൻസൈം സൈമേസ് ആണ്. ഇതാണ് സൈമേസ് ആണ്. ഓക്കെ. മാൽപീജിയൻ ട്യൂബിൾസ് അഥവാ മാൽപീജിയൻ നാളികൾ. ഷഡ്പദങ്ങളുടെ വിസർജന അവയവം ഇതാണ് മാൽപീജിയൻ നാളികൾ. ഷഡ്പദങ്ങളുടെ വിസർജ്യ വസ്തു യൂറിക് ആസിഡാണ്. അമീബയുടെ വിസർജന അവയവം സങ്കോചന ഫേനം ആണ്. വിസർജന വസ്തു അമോണിയാണ്. മനസ്സിലായല്ലോ. ഇനി അടുത്ത് ഏതാ വരുന്നത്? നമുക്ക് ലിവർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. പിത്ത രസം ഉൽപ്പാദിപ്പിക്കുന്ന എവിടെയാണ്? കരളിലാണ്. അറിയാലോ. അപ്പോൾ ഈ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഹൈഡ്രോപോണിക്സ് ആണ്. ചെടികളെ പോഷക ലായനിയിൽ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് രീതി. വേരുകൾ വായുവിലേക്ക് വളർന്നിറങ്ങുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷക ഘടകങ്ങൾ വേരുകളിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്യുന്ന രീതിയാണ് എയറോപോണിക്സ്. ഇപ്പോൾ രണ്ട് രീതി പറയുന്നുണ്ട്, ഹൈഡ്രോപോണിക്സും അതുപോലെ തന്നെ എയറോപോണിക്സും. EEG എന്താണ്? EEGയുടെ ഫുൾ ഫോം ഇലക്ട്രോ എൻസെഫലോഗ്രാം. മസ്തിഷ്കത്തിലെ വൈദ്യുത സ്പന്ദനങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് EEG. ഹൃദയപേശിയിലെ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് ECG ഇലക്ട്രോ കാർഡിയോഗ്രാം. ECG വികസിപ്പിച്ചത് ആരാണ്? വില്യം ഐന്തോവനാണ്. ജലത്തിൽ ആൽഗകൾ, ജലസസ്യങ്ങൾ എന്നിവ അമിതമായി വളരുന്ന പ്രതിഭാസമാണ് യൂട്രോഫിക്കേഷൻ. എന്താണ് യൂട്രോഫിക്കേഷൻ? ജലത്തിൽ ആൽഗകൾ, ജലസസ്യങ്ങൾ എന്നിവ അമിതമായി വളരുന്ന പ്രതിഭാസം. നെഫ്രിഡിയ എന്താണ്? മണ്ണിരയുടെ വിസർജന അവയവമാണ് നെഫ്രിഡിയ. മണ്ണിരയെ ഭൂമിയുടെ കുടലെന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ഓക്സിജൻ. മനുഷ്യൻ്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഓക്സിജൻ. മനുഷ്യൻ്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് കാൽസ്യം. എല്ലുകളിൽ കാണപ്പെടുന്നത് കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. ഓക്കെ. ഇനി അടുത്ത് അസറ്റിക് ആസിഡാണ്. പഴങ്ങൾ ഫെർമെൻറ്റേഷന് വിധേയമാകുമ്പോൾ ഉണ്ടാകുന്ന ഓർഗാനിക് ആസിഡാണ് അസറ്റിക് ആസിഡ്. വിനാഗിരിയിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡ്. 7 മുതൽ 8% വരെ വീര്യമുള്ള അസറ്റിക് ആസിഡാണ് വിനാഗിരി. 100% വീര്യമുള്ള അസറ്റിക് ആസിഡാണ് ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ്. ബ്യൂട്ടൈൻ. എന്താണ് ബ്യൂട്ടൈൻ്റെ ക്വസ്റ്റ്യൻ വരിക? ഏത് വാതകത്തെ ഉന്നത മർദ്ദത്തിൽ ദ്രവീകരിച്ചാണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് LPG നിർമ്മിക്കുന്നത്? അതാണ് ബ്യൂട്ടൈൻ്റെ ചോദ്യം. ബ്യൂട്ടൈൻ്റെ ജ്വലന ഫലമായി അന്തരീക്ഷത്തിൽ എത്തുന്ന വാതകം കാർബൺ ഡയോക്സൈഡാണ്. ആഗോള താപനത്തിന് കാരണമായ വാതകം ഏതാണ്? കാർബൺ ഡയോക്സൈഡാണ്. ഘടരൂപത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് അറിയപ്പെടുന്നു ഡ്രൈ ഐസ്. ഇനി അടുത്ത് നോക്കിയാൽ നമുക്ക് ടെക്നീഷ്യം 99. ഗാമ റേ സ്കാനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന മൂലകമാണ് ടെക്നീഷ്യം 99. ആദ്യത്തെ കൃത്രിമ മൂലകമാണ് ടെക്നീഷ്യം. ഒരു മൂലകത്തെ കൃത്രിമ മാർഗങ്ങൾ ഉപയോഗിച്ച് മറ്റൊരു മൂലകമാക്കുന്ന പ്രക്രിയയാണ് ട്രാൻസ്മ്യൂട്ടേഷൻ. എന്താണ് ട്രാൻസ്മ്യൂട്ടേഷൻ? ഒരു മൂലകത്തെ കൃത്രിമ മാർഗങ്ങൾ ഉപയോഗിച്ച് മറ്റൊരു മൂലകമാക്കുന്ന പ്രക്രിയ. ട്രാൻസ്മ്യൂട്ടേഷൻ പ്രക്രിയ ആദ്യമായി അവതരിപ്പിച്ചത് റുദർഫോർഡാണ്. ഇനി ബെർസേലിയസ്. രസതന്ത്ര ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബെർസേലിയസ് ആണ്. പുതിയ മൂലകങ്ങൾക്ക് അംഗീകാരം നൽകുകയും പേര് കൊടുക്കുകയും ചെയ്യുന്ന ഏജൻസിയാണ് IUPAC. ഫുൾ ഫോം എന്തെന്നറിയോ? ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രിയാണ് IUPACയുടെ ഫുൾ ഫോം. IUPACയുടെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ചാണ്. ഞാൻ അടുത്ത് നോക്കിയാൽ നമുക്ക് ഗാൾവനൈസേഷൻ. ലോഹനാശനം ചെറുക്കുന്നതിനായി ഇരുമ്പിൻ്റെ മുകളിൽ സിങ്ക് പൂശുന്ന പ്രക്രിയയാണ് ഗാൾവനൈസേഷൻ. റബ്ബറിനോടൊപ്പം സൾഫർ ചേർക്കുന്ന പ്രക്രിയയാണ് വൾക്കനൈസേഷൻ. ആദ്യമായി വൾക്കനൈസേഷൻ നടത്തിയത് ചാൾസ് ഗുഡ് ഇയർ ആണ്. അപ്പോൾ എന്താണ് ഗാൾവനൈസേഷൻ, അതുപോലെ തന്നെ വൾക്കനൈസേഷൻ ഓർക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് 2 സെഗ്മെൻ്റ് ആണ്. ഒന്നാമത്തെ സെഗ്മെൻറ്റ് പറയുന്നത് ഹിസ്റ്ററി അഥവാ ചരിത്രം, രണ്ടാമത്തേത് ജനറൽ സയൻസ് ആണ്. ഇപ്പോൾ 2 ചോദ്യത്തിൽ നിന്നും 2 ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ തീർച്ചയായിട്ടും വരാറുണ്ട്. പഠിച്ച കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഇത് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക.